നമ്മുടെ കയ്പമാല 3 വീടിയല്ലേ പഴയ KMC ആ KMCയുടെ അടുത്ത് ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നതാണ്. അപ്പോൾ അത് ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്ന് ഞാൻ കുറേ നാളായി നോക്കുന്നത്, അത് ആരാണ് ചെയ്യണത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ തപ്പി പിടിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ഫ്രിഡ്ജും കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ 3 അടി സെൻറ്ററിൽ നിന്ന് കാക്കാത്തിരിത്തേക്ക് തിരിയില്ലേ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അറിഞ്ഞിട്ട പണ്ടത്തെ KMC ഹോസ്പിറ്റൽ, അതിൻ്റെ അടുത്തിട്ട് ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. തിരികെ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ചെയ്ത സംഭവം ഉണ്ടത്. ഇതേ ഞാൻ വിചാരിച്ച പോലെ നിസ്സാര സംഭവം അല്ലട്ടാ. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുണ്ട് ഇവർ ഇത് തുടങ്ങിയേക്കണത്. ഇത് തുടങ്ങിയിട്ട് 4 കൊല്ലത്തോളായിട്ടാ. 2022 മാർച്ചിൽ തുടങ്ങിയ പരിപാടിന് നൗഷീദ് അബക്കർ പ്രസിഡന്റും സൂബി റഫീഖ് സെക്രട്ടറി ആയിരുന്ന അന്നത്തെ തിരികെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ചേർന്നിട്ടുണ്ട് ഈ സംഭവം തുടങ്ങിയത്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസിഡന്റുമാരായ റാഫി ജലാലി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ കാട്ടുകാരൻ ബഷീർക്കില്ലേ, അവരൊക്കെ ഇപ്പോഴും ഇതൊരു മുടക്കിലാണ് ഇങ്ങനെ തുടർന്ന് പോകണട്ടോ. ഇന്നും 12 ഫുഡുണ്ട് ഇതിൽ വെക്കാറുള്ളത്. ഏകദേശം ഉച്ചക്ക് 12 മണിയാകുമ്പോൾ ഫുഡ് വെക്കും. ഇതേ ഫുഡ് വന്നിട്ടാ. വിശക്കുന്ന ആർക്ക് വേണമെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കട്ടാ. പിന്നെ ഈ പരിപാടി കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാനേ തിരികെ കൂട്ടായ്മയിലുള്ളവരെ വെച്ചിട്ടേ വിശപ്പിന്റെ വിളിക്ക് വിരുന്നൂട്ടാൻ എന്ന് പേരിട്ടിട്ടേ ഇവരൊരു കമ്മിറ്റി രൂപീകരിച്ച്. ഞാൻ അന്വേഷിച്ചപ്പോ അതിൽ 8 പേരുണ്ട്. ഷൈജു, ജലാല്, സൈഫു, ഷെഫീഖ്, റസിയ, നസിയത്ത്, ഷീബ സുബൈർ, ഷീബ നൗഷാദ്. ഇവരുണ്ട് ഇതിന് നേതൃത്വം കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഫുഡ് ഇങ്ങനെ വെക്കണേ വർഷത്തിൽ ഏകദേശം ഇവർക്ക് 2 ലക്ഷം രൂപയോളം ചെലവുണ്ടിട്ടാ. അതേ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലേ, നിങ്ങൾ ആരും വന്നിട്ട് ഇതിൽ ഫുഡ് വെക്കരുതിട്ടാ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ സമ്മതത്തോടുകൂടി വെക്കണം കേട്ടാ. എന്നുവെച്ചാൽ ഫുഡിന്റെ കാര്യമല്ലേ, അവർ വളരെ ശ്രദ്ധയോടുകൂടി നടത്തുന്ന കാര്യമേ. എന്തായാലും ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടാ. നിങ്ങൾക്ക് ഇതിലെ കൂടുതൽ വിവരങ്ങൾ അറിയാനോ നിങ്ങൾക്ക് ഇതിനോട് ഭാഗമാവാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ടാ.